കാലങ്ങൾ കിടപ്പി കിടന്നിട്ട് ഇപ്പോൾ ജീവൻ വച്ചേക്കുന്ന ഒരു DC പ്രൊജക്റ്റ് ഉണ്ട്, ഗ്രീൻ ലാൻറ്റേൺ. കാലങ്ങൾക്ക് മുമ്പേ ഗ്രീൻ ലാൻറ്റേൺ കോർപ്സ് എന്ന് പറയുന്ന സീരീസ് വരാൻ പോകണമെന്ന് അനൗൺസ് ചെയ്തതാണ്. അതിൻ്റെ വർക്ക് മുമ്പോട്ട് പോകാൻ DC വരേണ്ടി വന്നു. ഈ സീരീസ് നോർമലി എല്ലാ പ്രൊജക്ട്സിനെയും പോലെ യൂണിവേഴ്സിൻ്റെ ഹീറോസിൻ്റെ കഥയായിരിക്കില്ല പറയാൻ പോണേ. സൂപ്പർമാൻ DCയുനെ സ്റ്റാർട്ട് ചെയ്യും പോലെ ഈ സീരീസിനും അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സൂപ്പർമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരാൻ പോകണം മൊത്തം DCയുടെ വെയിറ്റ് സൂപ്പർമാൻ്റെ ഷോൾഡറിലാന്ന് പറയാം. ആ ഒരു പടം ഒരു ഡൂവർ ഡേ പ്രൊജക്റ്റ് പോലെയാണ്. ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഈ ഒരു പടത്തിന് പിടിച്ചെടുത്തേ മതിയാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ DC ഹാഡ് എ ഹൊറിബിൾ ഹിസ്റ്ററി. സോ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ഹോപ്പ് ഇടാൻ പറ്റണം. ഹോപ്പ് ഇടുമെന്ന് കണ്ടറിയണം. നിലവിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ DCയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറയാൻ പോണത് ഗ്രീൻ ലാൻറ്റേൺ ആണ്. അത് വെറുതെ ഒരു കൂട്ടം ഗ്രീൻ ലാൻറ്റേണിൻ്റെ സ്റ്റോറി പറഞ്ഞു പോകണ ഒരു സീരീസ് ആയിരിക്കില്ല. പകരം DCയുടെ സ്റ്റോറി തുടങ്ങുന്ന അവിടെ നിന്നാണ്. ജെയിംസ് ഗണ്ണിൻ്റെ ലാൻറ്റേൺസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം മുതൽ കേട്ടു വന്ന ഗ്രീൻ ലാൻറ്റേൺ കോർപ്സ് എന്താണെന്ന് നോക്കാം. ജെയിംസ് ഗണ്ണിന് മുമ്പ് CW ഷോസായ ആരോവേഴ്സിലൊക്കെ ഹെൽപ്പ് ചെയ്ത ഗ്രെഗ് ബെർലാൻഡി ഗ്രീൻ ലാൻറ്റേൺസിനെ വെച്ചൊരു ഷോ ചെയ്യണതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്നൈഡർവേഴ്സിന്റെ പാർട്ടാണോ സെപ്പറേറ്റ് സ്റ്റോറി ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. മോസ്റ്റ്ലി അറിഞ്ഞിരിക്കണം. കാരണം ഷസാം തൊട്ട് ബ്ലൂ ബില്ല് വരെ എല്ലാം DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതും അതിലെവിടെയിലേക്ക് അറിഞ്ഞിരിക്കും പ്ലാൻ ചെയ്തത്. 2019 സീരീസ് ഫസ്റ്റ് അനൗൺസ് ചെയ്യണം. ശേഷം കാസ്റ്റിംഗ് വർക്കൊക്കെ തുടങ്ങിയിരുന്നു. അതിൽ അലൻസ്കോന്റെ ഗ്രീൻ ലാൻറ്റേണും ഗൈ ഗാർണറിന്റെ ഗ്രീൻ ലാൻറ്റേണൊക്കെ ഏതാണ്ട് കാസ്റ്റിംഗ് തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിൽ ഹാൽ ജോർഡനും ജോൺ സ്റ്റുവർട്ടൊക്കെ ഉണ്ടായിരുന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബെർലാൻഡിയുടെ വിഷൻ അനുസരിച്ച് മറ്റ് ഗ്രീൻ ലാൻറ്റേൺസ് ആയിട്ടുള്ള സൈമൺ ബാസ്, ജെസിക്ക ക്രൂസ് ഒക്കെ ആയിരുന്നു ഈ ഒരു സീരീസിൽ ഉണ്ടായിരുന്നത്. അത്രയധികം പോപ്പുലർ അല്ലാത്ത ഹീറോസിനെ വെച്ച് പോകാനിരുന്ന സീരീസ് ജെയിംസ് ഗൺ വന്നോടെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പകരം പുതിയൊരു ലാൻറ്റേൺസ് അനൗൺസ് ചെയ്തു. അതെന്തായാലും നന്നായെന്നേ ഞാൻ പറയുള്ളൂ. ഇല്ലാതെ വേറൊരു ദുരന്തം കൂടി കാണേണ്ടി വന്നേനെ. ഒരു ഐഡിയ ഇല്ലാണ്ട് പഠിച്ചിട്ട് കുറേ ഐറ്റംസ് നമ്മൾ കണ്ടതാ. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടി വപ്പിക്കാണ്ടിരുന്നതിന് ജെയിംസ് ഗണ്ണ് നന്ദി. ഇവിടെ വരാൻ പോണ പുതിയ ഗ്രീൻ ലാൻറ്റേൺ സീരീസിൽ നിന്ന് DC എന്തിനെ കുറിച്ചാണോ കഥ പറയാൻ പോണത് അതെന്താണെന്ന് റിവീൽ ചെയ്യും. പോസിബിളി DCയുടെ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ആരാണെന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഹിന്റ് എന്തെങ്കിലും കൊടുത്തേക്കാം. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ സീരീസിൽ വർക്ക് ചെയ്യണത്. വാച്ച്മെനിൽ ലോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തവരാണ് ഇവിടെ കോറേറ്റേഴ്സ് ആയിട്ട് വന്നേക്കണത്. നിലവിൽ 8 എപ്പിസോഡാണ് ഈ ഒരു സീരീസിന് പ്ലാൻ ചെയ്തേക്കണത്. അങ്ങനെയാണ് പറഞ്ഞേക്കണേ. റീസെൻ്റ്ലി വന്ന റൂമേഴ്സ് വെച്ച് 2025 ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ബേസ് എന്ന നിലയ്ക്ക് സൂപ്പർമാനിൽ ഒരു ഗ്രീൻ ലാൻറ്റേൺ അപ്പിയറൻസ് ഉണ്ട്. ഗൈ ഗാർഡനർ സൂപ്പർമാനിൽ വരും. പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് ഗ്രീൻ ലാൻറ്റേൺ സീരീസ് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അറിയില്ല. പോസിബിളി ഓൾറെഡി ഗ്രീൻ ലാൻറ്റേൺ മെമ്പർ ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ ഈ ഒരു സീരീസിന്റെ സ്റ്റോറി ആയിട്ട് സിങ്ക് ആക്കിയിരിക്കും. ലാൻറ്റേൺസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോണ ക്യാരക്ടേഴ്സ് ഹാൽ ജോർഡനും ജോൺ സ്റ്റുവർട്ടും ആണ്. ചിലപ്പോൾ ഹാൽ ജോർഡന് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യാൻ പോണേ, ലൈക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ഗ്രീൻ ലാൻറ്റേൺ. ജോൺ സ്റ്റുവർട്ടിന് കുറച്ചുകൂടി യങ് ആയിട്ട് ഒരു ന്യൂ റിക്രൂട്ട്മെന്റ് ആയിട്ടായിരിക്കും അപ്പിയറൻസ് കൊടുക്കണേ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഗ്രീൻ ലാൻറ്റേൺ കോർപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹാൽ ജോർഡനൊക്കെ ആ ഒരു സ്യൂട്ട് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് ഗൈ ഗാർഡനറിന് സൂപ്പർമാനിൽ സ്യൂട്ട് ഇല്ലാത്ത? ചിലപ്പോൾ ഗൈ ഗാർഡനർ ഗ്രീൻ ലാൻറ്റേൺ കോർപ്സിലെ ആക്റ്റീവ് മെമ്പർ ആയിരിക്കില്ല. അതായത് ഗ്രീൻ ലാൻറ്റേൺസ് എന്ന് പറയുന്നത് ഒരു സ്പേസ് പോലീസാണ്. അവിടെ ഹാൽ ജോർഡൻ ഉണ്ടായിരിക്കും. ആ ടൈമിൽ എർത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചാർജ് എടുത്തേക്കുന്നത് ഗൈ ഗാർഡനർ ആയിരിക്കും. ഈ സമയം ഗൈ ഗാർഡനർ ലോടെക്കിന്റെ കീഴിലുള്ള സൂപ്പർ ഹീറോ ടീമിൽ ജോയിൻ ചെയ്യും എർത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അവിടെ മാക്സ്വെൽ കൊടുക്കുന്ന യൂണിഫോം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഗൈ ഗാർഡനർ ഗ്രീൻ ലാൻറ്റേൺ കോസ്റ്റ്യൂം യൂസ് ചെയ്യാത്തത്. അതുപോലെ ചിലപ്പോൾ ഹോഗേലിന്റെ ഒറിജിനൽ ലുക്കും ലോടെക്കിന് വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടർ മാറ്റണതാവും. ഈ സീരീസ് നോർമൽ ക്ലീഷ്യ സ്റ്റോറി ആയിരിക്കില്ല പറയണേ. നമ്മൾ സാധാരണ കാണുന്നത് ഒരു ഹീറോ ഒരു വില്ലൻ, വില്ലനെ തോൽപ്പിച്ച് എർത്തിനെ രക്ഷിക്കുന്ന ഹീറോ. പക്ഷേ ഗ്രീൻ ലാൻറ്റേൺ ഒരു എർത്ത് ബേസ്ഡ് മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. ഗ്രീൻ ലാൻറ്റേൺസ് ഓൾറെഡി കോപ്സ് ആണല്ലോ. സോ ഇത്തവണ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൈഡാണ് നമുക്ക് കിട്ടാൻ പോണേ. ഹാൽ ജോർഡനും ജോൺ സ്റ്റുവർട്ടും ചേർന്ന് കോസ്മോസിന്റെ ഒരു സ്പെസിഫിക് സ്ഥലത്തെ ഈവിൾസിനെതിരെ ഡിഫെൻഡ് ചെയ്യായിരിക്കും. അതായത് ഒരു പ്ലാനറ്റിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഡാർക്ക് മിസ്റ്ററി, അതായത് ഒരു എർത്ത് ബേസ്ഡ് മിസ്റ്ററി ആയിട്ടുള്ള ഒരു കേസ് ഈ ഒരു ഇന്റർഗലാക്ടിക് ടീമിനെ തേടി വരും. സോ അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണതാണ് ഈ ഒരു സീരീസിന്റെ ബേസ് പ്ലോട്ട്. അവരന്വേഷിക്കാൻ പോകുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. ഗ്രീൻ ലാൻറ്റേൺസ് ഒക്കെ വന്നൊരു കൊലപാതകം അന്വേഷിക്കണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവിടെ നിന്നായിരിക്കും DCയുടെ മെയിൻ സ്റ്റോറി കിക്ക് ഓഫ് ചെയ്യണേ. ഈ സീരീസ് ഒരു ട്രൂ ഡിറ്റക്റ്റീവ് സ്റ്റൈൽ ക്രൈം ത്രില്ലർ ആണ്. ജെയിംസ് ഗണ്ണിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാൻ പോണ ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സിൽ മോൺസ്റ്റേഴ്സിന്റെ സൈഡ് ഇത് എക്സ്പ്ലോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. സീരീസിലെ അധിക ഭാഗം എർത്തിൽ തന്നെയായിരിക്കും നടക്കണേ. എന്നാൽ എർത്തിൽ മാത്രമായിട്ട് കാണിക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യം പറഞ്ഞത് തന്നെ ഒരു പ്ലാനറ്റിനെ ഈവിൾ ത്രെറ്റിന് ഡിഫെൻഡ് ചെയ്യണതിനെ കുറിച്ചാണല്ലോ. സോ വേറെ പ്ലാനറ്റും ഈ ഒരു സീരീസിൽ കാണിച്ചേക്കും. അവർ സ്പേസ് കോപ്സ് ആണല്ലോ. നോർമലായിട്ട് പല പ്ലാനറ്റ്സും കാണിക്കേണ്ടി വരും. അതുപോലെ ഈ സീരീസിൽ അവർ സൂപ്പർ ഹീറോ ആയിട്ട് പോർട്രേ ചെയ്യാൻ തോന്നുന്നു. പകരം ഇതൊരു ക്രൈം ത്രില്ലർ മോഡിൽ പോകണോണ്ട് ഗ്രീൻ ലാൻറ്റേൺസിനെ ഒരു പോലീസ് സെറ്റപ്പിൽ തന്നെയായിരിക്കും അവതരിപ്പിക്കണേ. ഈ സീരീസിൽ ആരുടെയും ഒറിജിൻ കാണിക്കുമെന്ന് തോന്നുന്നില്ല. പകരം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ഹീറോസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യണേ. ചിലപ്പോൾ ജോൺ സ്റ്റുവർട്ട് ന്യൂ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഹാൽ ജോർഡനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഹ്യൂമൻ ഗ്രീൻ ലാൻറ്റേൺ ആണ് ആ ക്യാരക്ടർ. DCയിലെ അല്ല, ആ ഒരു യൂണിവേഴ്സിലെ. DCയിലെ ഫസ്റ്റ് ഗ്രീൻ ലാൻറ്റേൺ അലൻ സ്കോട്ട് ആണ്. ഹാൽ ജോർഡൻ ഒരു ടെസ്റ്റ് പൈലറ്റ് ആയിരിക്കും കോമിക്സിൽ. ശേഷം പവർ കിട്ടി ഗ്രീൻ ലാൻറ്റേണായി മാറും. ആക്ച്വലി ഇതേ ബേസ് പ്ലോട്ടിൽ മാർവൽ ക്യാരക്ടർ ഉണ്ട്, ക്യാപ്റ്റൻ മാർവൽ. ക്യാപ്റ്റൻ മാർവലിന്റെ ഒറിജിനിൽ ഗ്രീൻ ലാൻറ്റേൺ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോരാത്തതിന് ക്യാപ്റ്റൻ മാർവൽ സ്പേസ് പോലീസ് തന്നെയാണ്.
ഹാൽ ജോർഡനെ കുറിച്ച് കഥ പറഞ്ഞൊരു ഗ്രീൻ ലാൻഡേൺ മൂവി ഓൾറെഡി വന്നിട്ടുണ്ട്. 2011 ഇറങ്ങിയ റയാൻ റെയ്നോൾഡ്സിന്റെ ഗ്രീൻ ലാൻഡേൺ. ആ ഒരു പടം പൊട്ടിപ്പോയി, അത് വേറെ കാര്യം. എന്തായാലും ഹാൽ ജോർഡനെ ലൈവ് ആക്ഷനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗ്രീൻ ലാൻഡേൺ ജോൺ സ്റ്റുവർട്ട് ആണ്. ആ ക്യാരക്ടർ ഒരു മിലിറ്ററി ഗൈ ആണ്. കാർട്ടൂൺ കണ്ടവർക്കൊക്കെ ജോൺ സ്റ്റുവർട്ടിനെ അറിയായിരിക്കും. 2011 ശേഷം ഇപ്പോഴാണ് ഒരു DC ഗ്രീൻ ലാൻഡേൺ പ്രൊജക്റ്റ് വരുന്നത്. അതിൽ സന്തോഷമുണ്ട്. അറ്റ് ലാസ്റ്റ് ഗ്രീൻ ലാൻഡേണിനെ അവർ അർഹിക്കുന്ന തരത്തിൽ ട്രീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഹാൽ ജോർഡനെ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ജോൺ സ്റ്റുവർട്ടിനെ ഒരു മെന്ററാക്കി പോർട്രേ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു റോളായിരിക്കും DC ഹാൽ ജോർഡന് കൊടുക്കാൻ പോണെന്ന് തോന്നുന്നത്. പക്ഷേ DCയുടെ കണ്ടിന്യൂറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോണ ഗ്രീൻ ലാൻഡേൺ ആരാണെന്ന് അറിയില്ല. ചിലപ്പോൾ രണ്ടുപേരും ഒരുപോലെ നിർത്തിയിട്ട് ബാക്കി കോപ്സിനെ സപ്പോർട്ടിംഗ് റോളിൽ കാണിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ജോൺ സ്റ്റുവർട്ടിനെ ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മെയിൻ സ്റ്റോറി തീരുമ്പോൾ ഹാൽ ജോർഡൻ റിട്ടയർ ആയി ജോൺ സ്റ്റുവർട്ടിനെ ഫോക്കസ് കൊടുക്കാം. ഗൈ ഗാർഡനറായിട്ട് കാസ്റ്റ് ചെയ്തേക്കുന്ന നഥാനിയൽ ഫില്ലിയാണ് 53 വയസ്സുണ്ട്. കോമിക്സിൽ ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി യങ്ങറാണ്. ശരിക്കും പറഞ്ഞാൽ ഹാൽ ജോർഡനേക്കാൾ യങ്ങറാണ്. ഇവിടെ ആ ഒരു ക്യാരക്ടറിന് 40 പ്രായം കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ DCയുടെ ഹാൽ ജോർഡൻ പോസിബിളി കുറച്ചുകൂടി ഓൾഡർ ആയിരിക്കും. മേ ബി ആ ക്യാരക്ടർ അയാളുടെ 50s നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ഗ്രീൻ ലാൻഡേൺ പോർട്രേഷൻ വരാൻ സാധ്യതയുണ്ട്. ശരിക്കും ഞാൻ ആദ്യം വെയിറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൽ ജോർഡൻ്റെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഗ്രീൻ ലാൻഡേൺസിനെ ഫോക്കസ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചൊന്ന് സംഭവിച്ചത് മറ്റൊന്ന്. അതുപോലെ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാസ്റ്റിംഗ് ആണ് ടോം ക്രൂസ് ആസ് ഗ്രീൻ ലാൻഡേൺ. ഇത് ഗ്രീൻ ലാൻഡേൺ ലൈവ് ആക്ഷൻ DCUയിൽ വരാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിലേ ഉണ്ട്. ടോം ക്രൂസിനും പ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ടോം ക്രൂസിനെ ഹാൽ ജോർഡനായിട്ട് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പോരാത്തതിന് ടോം ക്രൂസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടറാണ്. ഓൾഡ് ആയിട്ടുള്ള ഹാൽ ജോർഡൻ കാണിച്ചാലും അടിപൊളി ആക്ഷൻ ആർക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. വെൽ പ്ലാനോടെ ക്രിയേറ്റ് ചെയ്യണോണ്ട് പോസിബിളി യെല്ലോ ഗ്രീൻ എന്നീ ലാൻഡേൺസിനെ കൂടാതെ റെഡ് ബ്ലൂ വൈറ്റ് അങ്ങനെ എല്ലാ ലാൻഡേൺസിനെയും ഈ യൂണിവേഴ്സിൽ കൊണ്ടുവരായിരിക്കും. കോമിക്സിൽ ലാൻഡേൺസിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണ് DCU ഇൻസ്പിറേഷൻ ആയിട്ട് കൊണ്ടുവരാൻ പോണെന്ന് അറിയില്ല. ട്രെയിലറോ ടീസറോ വരാണെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ആക്ച്വലി ആ ഒരു ക്യാരക്ടർ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. കോമിക്സ് റിലേറ്റഡ് ആയിട്ടും എർത്ത് ബേസ്ഡ് സ്റ്റോറി ആയിട്ടും ഒരുപാട് കഥകൾ ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ പുതിയ DC യൂണിവേഴ്സിൽ ലാൻഡേൺസ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് തന്നെ എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു കാര്യമാണ്. ആ യൂണിവേഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ക്യാരക്ടേഴ്സ് നമ്മൾ കാണാൻ പോവാം. അതും DCയുടെ മെയിൻ സ്റ്റോറി ലൈനെ കിക്ക് ഓഫ് ചെയ്തുകൊണ്ട്. പോസിബിളി ഈ സീരീസിനെ കൂടാണ്ട് ബിഗ് സ്ക്രീൻ അപ്പിയറൻസ് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ സീരീസ് തന്നെ ഒരു ബിഗ് ബജറ്റ് സെറ്റപ്പിലാണ് കൊണ്ടുവരാൻ പോണേ. ഒരു മൂവിയുടെ ബജറ്റിലായിരിക്കും ഈ ഒരു സീരീസ് ഒരുക്കണേന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞ 3 ഗ്രീൻ ലാൻഡേൺസിനെ കൂടാതെ ആരൊക്കെ ഈ ഒരു സീരീസിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അതെല്ലാം കുറച്ച് സീക്രട്ട് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. എന്നാൽ ജെയിംസ് ഗൺ മറ്റു ചില ഗ്രീൻ ലാൻഡേൺസിനെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ആ മറ്റു ചില ഗ്രീൻ ലാൻഡേൺസ് എന്ന് അറിയില്ല. എന്നാലും ചിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് സൂപ്പർമാൻ്റെ സെറ്റ് ഫോട്ടോസിൽ നിന്ന് ഒരു അണ്ണാനായിട്ട് സൂപ്പർമാൻ ഒരു സീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചിപ്പ് എന്ന ഗ്രീൻ ലാൻഡേൺ ആയിരിക്കും റൂമർ ഉണ്ട്. അത് ചിപ്പ് ആണെങ്കിൽ ഈ സീരീസിലും ചിപ്പ് അപ്പിയറൻസ് കൊടുത്തേക്കും. എന്തായാലും DCയുടെ ഹാർട്ട് എന്ന് വിളിക്കാൻ കെൽപ്പുള്ള ഒരു സീരീസ് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനോ എന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം തരുന്ന വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.